കോഴി പഴച്ച കുഴിക്കുന്നാണ് പഴഞ്ചൊല്ല്. അപ്പൊ ഞങ്ങൾ കോഴി മരുന്ന്, അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ച് നാടൻ കോഴിന്റെ മരുന്ന് കോഴി വെച്ച് കഴിക്കാം. മരുന്ന് കോഴി സൂപ്പ്, ചിക്കൻ സൂപ്പ്, ഇതാ മരുന്ന് സൂപ്പ്, കോഴി കുടിക്കല്, ഇതാ വരട്ടിയെടുത്ത ചിക്കന്. ഇനി ഞാൻ വീഡിയോ എടുക്കില്ല, ഞാൻ വെക്കാൻ പോവുക. എന്നെ കൊതിപ്പിച്ചിട്ട് നായികളൊക്കെ അപ്പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട് എന്തിനു വേണ്ടി. ഇനി ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണേ. എനിക്ക് ആകെ കൺട്രോൾ തെറ്റി. എൻ്റെ അമ്മ വാങ്ങുന്ന മരുന്നാണ് 100, 120 ഇങ്ങനെ പലവിടെയും പല വിലക്കാണ് വിൽക്കുന്നത്. 120 രൂപയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമുക്കിതിവിടെ മുറിച്ചിട്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാം. ഇതൊക്കെയാണ് സാധനം അതിലുള്ളത്. അപ്പം നമ്മൾക്ക് ഇതിനൊന്ന് വേർതിരിച്ചിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം, എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന്. പഴിച്ച കുഴിക്കുന്നാണ് പഴഞ്ചൊല്ല്. അപ്പം ഞങ്ങൾ കോഴി മരുന്ന്, അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ച് നാടൻ കോഴിന്റെ മരുന്ന് കോഴി വെച്ച് കഴിക്കാൻ പോകുകയാണ്. ഈ എല്ലാ അങ്ങാടി മരുന്നുകളും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ മരുന്ന് കോഴി തയ്യാറാക്കാൻ പോകുന്നത്. മരുന്നാണ് 100, 120 ഇങ്ങനെ പലവിടെയും പല വിലക്കാണ് വിൽക്കുന്നത്. 120 രൂപയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമുക്കിതിവിടെ മുറിച്ചിട്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാം. ഇതൊക്കെയാണ് സാധനം. അപ്പം നമ്മൾക്ക് ഇതിനൊന്ന് വേർതിരിച്ചിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കോഴി മരുന്നിലുള്ള ചേർക്കുന്ന സാധനങ്ങൾ ആ പാക്കറ്റിലുള്ളതാണ്. മഞ്ഞളുണ്ട്, ചുക്കുണ്ട്, പട്ട, ഗ്രാമ്പു, അതിന് ഏലക്കായ്, ഇടംപിരി, വലംപിരി, തർക്കോലം, ജാതിപ്പത്തിരി, ജാതിക്ക, മാഷിക്ക, കച്ചോലമാണ്. ഇതാ ഇത് കച്ചോലം, പൂലാങ്കഴങ്ങ്, കച്ചോലം എന്നൊക്കെ പറയത്. ഇത് കായം, തിപ്പലി, വയമ്പ്, പിന്നെ കടുക്, കുരുമുളക്, മല്ലി, എള്ള്, ഉലുവ, ഓമം, അയമോദകം എന്നും പറയും ഇതിനെ, ആസാളി, പിന്നെ പെരുംജീരകം, ജീരകം, സാജീരകം, കാട്ടുജീരകം, കടുക്, പിന്നെ ഇന്തുപ്പ്. നമ്മൾ മഞ്ഞൾ പൊടിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്, പെരുംജീരകം വെച്ചിട്ടുണ്ട്, സാദാ ജീരകം വെച്ചിട്ടുണ്ട്, മുതിര പറയും, കൊള്ള് മുതിര പറയും, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ ഇതിൽ പല കൂട്ടുകളുണ്ട്, പൊടി കുറേ കൂട്ടുകളുണ്ട്. പിന്നെ ഇത് കർക്കോലകരി അതൊന്നൊക്കെ പെറുക്കി മാറ്റിയിട്ടുണ്ട്. കർക്കോലകരി, കൊടകപ്പാൽ, ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ഭയങ്കര കസ്പാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കും. ഹനുമാൻ്റെ ഗത പിടിച്ചമാതിരി വാലക്കായിട്ട് ബിലാരരി. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അങ്ങാടി മരുന്നിന്ന് വാങ്ങിയ കോഴി മരുന്നിനെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച ശേഷമാണ് അരിച്ചെടുത്ത ശേഷം ഉണ്ടാക്കുക. അപ്പം നമുക്കിപ്പോൾ ഉണക്കാനൊന്നും സമയമില്ല. അപ്പം നമ്മൾ ഇതിനെ കഴുകി ഒന്ന് വറുത്ത ശേഷം പൊടിച്ചിട്ടാണ് നമ്മൾ ഇതിന് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തിട്ട് ആ ചാറിലാണ് ചിക്കൻ വേവിച്ച് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചുറ്റിക്കുട്ടാൻ അങ്ങനെ ചെയ്യണ്ട. ഫസ്റ്റോട്ട് പറ. അപ്പൊ ഇതെല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം എന്തൊക്കെയാ സൗണ്ട് ഉണ്ടാക്കണേ. ഫസ്റ്റോട്ട് റെഡി. അപ്പൊ ഈ അങ്ങാടി മരുന്ന് വാങ്ങിയ കോഴി മരുന്നിനെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കുന്നത് കുറെ കാലപ്പഴക്കങ്ങളൊക്കെ ആയതായിരിക്കും. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഈ മഞ്ഞളിനെയൊക്കെ ഒന്ന് ആദ്യം ഇടിച്ച ശേഷം മിക്സിയിൽ അരച്ച് അതിനെ അരിച്ചെടുക്കും. ആ അരിച്ച ചണ്ടി മാറ്റി ആ അരിച്ചയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിൽ ചേർത്തിക്കുക, കഴുകി വൃത്തിയാക്കാം. ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കാം. ശരി, കഴുക് കുട്ടാ, കഴുക്. ശരി, കഴുക്. നന്നായി കഴുകി ശരി, നന്നായി കഴുകി. അങ്ങനെ തന്നെ കഴുകുന്നത്. അരിച്ചെടുക്കുക. അതെ, വൃത്തിയാക്കി. ഇനി നമ്മളിതിന് നന്നായി അരിച്ചെടുക്കണം. ഈ അരിച്ചെടുത്ത മരുന്നിലാണ് നമ്മൾ ഈ നാടൻ കോഴിനെ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറേ അരയ്ക്കാനുണ്ട്. അപ്പോൾ 1, 2, 3 പ്രാവശ്യം നമ്മളിത് അരച്ച ശേഷം അരിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചണ്ടിയും പിണ്ടിയൊക്കെയാണ്. ഇനി 1, 2 പ്രാവശ്യം വെള്ളം ചേർത്തി അരച്ച ശേഷം നമ്മൾ ഇതേമാതിരി അരിച്ച് ഇതിലേക്ക് ചേർക്കും. 2ാം പ്രാവശ്യം അരിച്ചെടുക്കണം നമ്മൾ. ഇതിൻ്റെ തൊണ്ടുകളും ഈ ചണ്ടികളൊന്നും വയറിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ പോയാലാണ് നമുക്ക് വയറുവേദനയും പല പ്രശ്നങ്ങളും ദേനക്കടക്കം വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിൽ ചണ്ടിയൊക്കെ നോക്കിക്കളയണം. അല്ലാണ്ട് ഇതിൻ്റെ തൊണ്ടും ചണ്ടിയൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് പഥ്യങ്ങളും അതിൻ്റെ ക്രമങ്ങളൊക്കെ തെറ്റുമ്പോഴാണ് ആൾ കുഴിക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് വരുന്നത്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മരുന്ന് കോഴികൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉള്ളി ചേർക്കുന്നുണ്ട്, ഇതാ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഈ സൂപ്പിൽ എല്ലാം കൂടിയിട്ട് നമ്മൾ മരുന്ന് ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്, ജ്യൂസ് കലക്കിയിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പം നമ്മളിതാ മരുന്ന് കോഴി വേവിക്കാനിടാണ്. ചീക്കട്ടെ ചേർത്തിട്ട് വിസിലിട്ട്. അപ്പം മരുന്ന് കോഴി എന്തിനാ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ജോയിൻറ്റുകൾ, മുട്ട് ജോയിൻറ്റ്, ഈ ജോയിൻറ്റുകളൊക്കെ വേദനിക്കും. ചില ഈ ജോലി ചെയ്യുന്ന കൃഷിക്കാർക്ക്, കർഷക തൊഴിലാളികൾക്കൊക്കെ ഈ മഴ വരുമ്പോൾ ജോയിൻറ്റ് വേദന വരും. പിന്നെ തണുപ്പ് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളും പല രോഗങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കോഴി പറഞ്ഞാൽ നല്ല ചൂടാണ്. നാടൻ കോഴി, നാടൻ കോഴിയാണ് ഇതിന് ഉപയോഗിക്കുക. അത് മുട്ടയിടാത്ത കോഴിയാണ് ഉപയോഗിക്കുന്നത്, ചെറുത്. നമ്മളിവിടെ വലിയ കോഴിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിടാത്ത നാടൻ കോഴിയാണ് അതിന് ഉപയോഗിക്കുക, ചെറിയ കോഴി. പിയോൻ കോഴി എന്നൊക്കെയാണ് പറയുക, പിയോൻ പറയുന്നത്, പിയോൻ കോഴി എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിനാണ് ഈ മരുന്ന് ചേർത്തി കഴിക്കുന്നത്. നമ്മളിവിടെ വലിയ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി കഴിക്കണ്ടേ. അപ്പോൾ വലുത് വേണം, ചിറ്റിക്കുട്ടനേക്ക് തന്നെ വേണമെന്നറിയാം. ചെറിയ കോഴിയാകുമ്പോൾ ഷിജുവിന് മതിയാവില്ല അല്ലേ? അപ്പൊ ആ ഒരു കോഴി കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കാണ്, ഒരാളാണ് കഴിക്കുക, വേറെ ആർക്കും കൊടുക്കില്ല. ഒരാൾ ഫുള്ള് കഴിക്കണം. ചിലവര് വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കും. അത് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഗുണങ്ങളും അവർക്ക് കിട്ടാൻ വേണ്ടി ഫുള്ള് സത്ത്. അപ്പൊ ഇത് എങ്ങനെ, ഇതിന് ഈ മരുന്ന് ഭയങ്കര മണവും നല്ല കുതിച്ച് വരും മണം. ഈ മണം അടുത്തും പരിസരത്തൊക്കെ എത്തും. അപ്പൊ എല്ലാവരും ഉറങ്ങിയ ശേഷം രാത്രിയാണ് ഇത് കഴിക്കുക. എന്താ പറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കണ്ടേ, കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞത് മരുന്നുള്ളത് കൊണ്ട് പത്തിയുണ്ട്. അപ്പൊ പത്യത്തിൽ പഴച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പത്യൊന്നും സ്വീകരിച്ചിട്ടിരിക്കില്ല. അപ്പൊ അവർക്കൊന്ന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയും ഈ പത്യം അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഒരു 10 മണി 11 മണിക്ക്, പണ്ട് കാലത്തൊക്കെ നേരത്തെ ഉറങ്ങുമല്ലോ, കറണ്ടൊന്നും ഇല്ലാത്ത കാലങ്ങളല്ലേ മുമ്പ് കാലങ്ങളില്. അപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഇത് കഴിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി കുറച്ച് എല്ലും ഒട്ടിപ്പിടിച്ച ഭാഗങ്ങളൊക്കെ അതിൽ കുറച്ച് പിണ്ടി ഉണ്ടാവും, അതിലൊന്നും ഉണ്ടായില്ല. അതിന് നേരം വെളുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇത്തിരി ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചിട്ട് തരും. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ ആ മണവും അതിന്റെ രീതിയിലൊക്കെ അപ്പോഴാണ് കോഴി കുടിച്ചു എന്നൊക്കെ അറിയാം. അപ്പൊ കോഴി കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് ചാറാണ് മെയിൻ കുടിക്കുന്നത്. അതിന്റെ കഷ്ണമൊന്നും കഴിക്കാൻ കുഴപ്പമില്ല, അതിലൊന്നും ഉണ്ടായില്ല. ഈ ചാറാണ് മെയിൻ കുടിക്കുന്നത്. അപ്പൊ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല, മോര്, തൈര്, ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല, കുടിക്കാനും പറ്റില്ല. പുളി, എരിവ് ഇതൊന്നും, ഇതിൽ ഉപ്പൊന്നും ചേർക്കാണ്ടാണ് കഴിക്കുക. നമ്മൾക്ക് ഉപ്പ് ചേർത്തിട്ട് കഴിക്കുക. അതേമാതിരി മുളകൊന്നും ചേർക്കാൻ പറ്റില്ല. കുരുമുളക് അത്യാവശ്യം എരിവ് ഇതിൽ ഈ മരുന്നിൽ അതൊക്കെ പെടും. അപ്പൊ എന്നിട്ട് പുതപ്പ് വെച്ചുകൊണ്ട് ഒറ്റ കിടപ്പാണ്. നല്ല അപ്പൊ വേർക്കൊക്കെ ചെയ്യും. ഈ പുതപ്പൊക്കെ പിറ്റേ ദിവസമൊക്കെ നോക്കിയാൽ ഈ കോഴിമരുന്നിന്റെ ഈ കോഴിന്റെ ഒക്കെ സ്മെല്ലായിരിക്കും വേർപ്പിലൂടെ വന്നിട്ട്. ഈ കോഴിമരുന്നിന്റെ അതേ വേർപ്പൊക്കെ. അപ്പൊ ജോയിന്റ് വേന, നല്ല വേർപ്പ്, ചൂട് ശരീരത്തിന്. അന്ന് കാലത്ത് തണുപ്പാണല്ലോ ഈ മഴക്കാലത്ത്. ശരീരം അങ്ങനെ മൊത്തം അളമിക്കുക പറയും. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അളമിക്കുക പറഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ പിസ് പിസ് എന്നാവും. ആ ബലമൊക്കെ പോയിട്ട് ലൂസാവും. പച്ചവെള്ളത്തിൽ കുളിക്കാനും പറ്റില്ല. പച്ചവെള്ളത്തിൽ കുളിക്കാനും പറ്റില്ല. പിന്നെ 2 ദിവസം നമ്മൾ പത്തിയാണ്. പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, മോര് കഴിക്കാൻ പറ്റില്ല, തൈര് കഴിക്കാൻ പറ്റില്ല, എരിവും പുളിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 3 ദിവസം ഇരിക്കണം. പിന്നെ 3 ദിവസം കഴിഞ്ഞ് ചുടുവെള്ളത്തിൽ കുളിക്കാം. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആഹാരങ്ങളും ആവശ്യമില്ലാത്ത ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വല്ല കഞ്ഞി, പിന്നെ ഇതിന്റെ തന്നെ കുറച്ച് ബാക്കി ചാറുണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് തണുത്തുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് വീർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇത് ഒറ്റയ്ക്ക് കഴിച്ചിരിക്കുകയുള്ള ഒന്നായിട്ട് ദഹനക്കേട് വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് തെറ്റുമ്പോഴാണ് ആള് കുഴിക്ക് പോകുക പറയുന്നത്. ആള് മരിച്ചു പോകുന്നു. അപ്പൊ കോഴിയിൽ പഴിച്ച കുഴിക്ക് പണ്ട് പോയിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവര് ഈ പഥ്യങ്ങളൊന്നും ശീലിക്കില്ല. അപ്പൊ ഈ കോഴി കുടിക്കുന്ന എപ്പോഴും നേരത്തെ കഴിച്ചവന്റെ പരിചയം മുഖേന, അല്ലെങ്കിൽ പ്രായമായവന്റെ അല്ലെങ്കിൽ വൈദ്യന്മാരുടെ ഒക്കെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളങ്ങനെ കഴിക്കണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോഴി വെച്ച 5-6 ആൾക്കാർ നമ്മ കഴിക്കും. അപ്പൊ നമുക്കതൊന്നും ഏൽക്കില്ല. എന്താ പറഞ്ഞാൽ നമ്മ കുറച്ചല്ലേ കഴിക്കുള്ളൂ. നമ്മ എല്ലാവരും ഓരോ ഗ്ലാസ്സല്ലേ കഴിക്കുള്ളൂ. അവരങ്ങനെ പറഞ്ഞാൽ അത് രാത്രി കഴിക്കും, രാവിലെ കഴിക്കും, പിറ്റേ ദിവസം ഉച്ചയ്ക്കും കഴിക്കും. ഒരു കോഴി ഫുള്ള് കഴിക്കും. സൂപ്പ് കുടിക്കുന്നത് ചിലർ 2 വർഷത്തിൽ കഴിക്കും. ഇത് മരുന്ന് കോഴി. പിന്നെ ജീരകം മാത്രം ഇട്ടിട്ടുള്ള ജീരക കോഴി, അത് പേടിക്കാനില്ല. അങ്ങനെയുള്ള പല രീതിയുണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഭയങ്കര സ്മെല്ലും ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ അന്ന് കാലത്ത് ഇതിന്റെ കഷ്ണങ്ങളാ ചെയ്യുക. ഉള്ളിയൊക്കെ താളിച്ചിട്ട് ചാറൊന്നും
ഞങ്ങക്ക് തരില്ല. അവര് അത് കഴിച്ച പച്ചവെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ആവി വരുമ്പോഴേക്കും നല്ല മണമാണ്. ഇത് ഇങ്ങനെ അടുത്ത വീട്ടിലേക്കൊക്കെ പോകും. അതിനാണ് അവര് രാത്രി വെക്കുന്നത് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട്. കുട്ടികൾക്കും കൊടുക്കണല്ലോ, അല്ലെങ്കിൽ കൊതിവിടും, അതിനും വയർ വീർത്ത പ്രശ്നം വരും. അപ്പൊ ഈ കോഴി മരുന്ന് ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. അപ്പൊ കോഴി കുടിച്ചു കഴിഞ്ഞാ അങ്ങനെ ജോയിന്റ് വേന ഇതൊക്കെ അങ്ങനെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഇളമിട്ട് അങ്ങനെ മുറിഞ്ഞ് വരും. അപ്പൊ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കും. അപ്പൊ കർക്കിടക മാസത്തിൽ ആദ്യം അങ്ങനെ പറഞ്ഞാൽ ഈ മരുന്ന് കഞ്ഞി കുടിക്കും. നമ്മ മരുന്ന് കഞ്ഞിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ച മരുന്നുകളൊക്കെ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമൊക്കെ കഞ്ഞി കുടിക്കും. അപ്പൊ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മൊരു 7 ദിവസം കഴിച്ചു. ആ കൂടുതൽ ദിവസമൊന്നും കഴിക്കുന്നില്ല. 7 ദിവസം കഴിച്ചു. ഇനിയാണ് നമ്മൾ ഇത് കഴിക്കുന്നത്, മരുന്ന് കോഴി. അപ്പൊ ശരീരമൊക്കെ നളമിച്ച് 2-3 ദിവസം ആയിട്ട് നമുക്ക് പേടിക്കാനില്ല. നമ്മ ഒരു കോഴിനെയും കൊണ്ട് എല്ലാവരും കൂടി നമുക്ക് സാമ്പാർ കുറച്ച് കിട്ടുള്ളൂ. ഇതിന് മാത്രത്തിൽ പട്ടലായിട്ട് കൊടുക്കും. സ്ഥിതിന് ചാറ് കഴിക്കും. 6 കഴിക്കും. അതെ, ഉപ്പിടാണ്ടാണ് ഇത് കഴിക്കേണ്ടത്. നമ്മൾ ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കുക. ഭയങ്കര ടേസ്റ്റ് ആണിത്. ഭയങ്കര രുചിയും മണവും ടേസ്റ്റ്. ഫ്രൈ ചെയ്തത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഫ്രൈ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കഴിക്കുക വേണം. പിറ്റേ ദിവസം വേവിച്ചിട്ട് തരും. അതിന് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അതിന് മുറുക്കിയിട്ട് തരും. അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ചവർക്ക് അറിയാം അതിന്റെ ഒരു ടേസ്റ്റ്, മണം, രുചി അപാരം ടേസ്റ്റ് തന്നെയാണ് അല്ലേ. മരുന്ന് കോഴിന്റെ മരുന്നുകൾ അങ്ങാടി മരുന്ന് ഷാപ്പുകൾ ഉണ്ടാവും. ഈ അങ്ങാടി മരുന്ന്, നാടൻ മരുന്നുകളൊക്കെ വിൽക്കുന്ന കടയിൽ കോഴി മരുന്ന് പറഞ്ഞ് ഇതിന്റെ പാക്കറ്റ് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലൊരു കോഴി മരുന്ന് പാക്കറ്റ് വാങ്ങിയിട്ട് കർക്കിടക മാസത്തിൽ ഒരു കോഴിയും വെച്ച് നാടൻ കോഴിയോ അല്ലെങ്കിൽ ഇറച്ചിക്കോഴിയോ അതാണെങ്കിലും വേണ്ട വെച്ചിട്ടൊന്ന് കഴിച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. നമ്മൾ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഇന്ന ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്ക് ഒരാൾ കഴിക്കുമ്പോഴേ പ്രശ്നങ്ങളുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങി പരീക്ഷിച്ച് കഴിച്ചു നോക്കുക. ആ ചണ്ടി നന്നായി അരിച്ച് കളയണം, നന്നായി വേവിക്കണം. ചണ്ടി നന്നായി അരിച്ച് കഴിയണം. പിന്നെ തണുത്ത വെള്ളമൊന്നും അന്ന് തൈരും വെള്ളവും തണുത്ത വെള്ളം ചായ കാപ്പി ഒന്നും കുടിക്കാണ്ടിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കഷ്ണങ്ങളൊക്കെ കൊടുക്കുക, ചാറ് കൊടുക്കുക. ഈ അതിന്റെ ഇതിന് അവസാനം ഉള്ളിയിട്ടൊരു താളിക്കും, അത് കാണിച്ചു തരാം. അതൊക്കെ കൊടുത്താൽ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ മണവും നല്ല ഇതാണ്. നമ്മൾക്ക് ഉപ്പൊക്കെ ഇട്ട് കഴിക്കുക, അത്ര തന്നെ. അപ്പൊ അങ്ങനെ കർക്കിടക മാസത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും നമ്മുടെ എല്ലാവിടെയും കഴിക്കണമെന്ന് അറിയില്ല. പാലക്കാട് ജില്ലയിലും നമ്മുടെ കാരണന്മാരും നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇത് കഴിക്കുന്നതാണ്. നമ്മൾ അവര് ചെയ്ത് പണ്ടുള്ളവര് ആപ്പന്മാരായിട്ട് ചെയ്തു വന്നു, നമ്മളും അത് കഴിക്കുന്നു. തിന്നണ കാര്യമാണല്ലോ, എന്നും എന്തെങ്കിലുമൊക്കെ തിന്നണല്ലോ, കഴിക്കണല്ലോ. അപ്പൊ അതിന്റെ പേരും പറഞ്ഞിട്ട് കഴിക്കും. അങ്ങനെ അവർ കർക്കിടക മാസം 30 ആരോഗ്യപരമായ സംരക്ഷണങ്ങളായിരിക്കും അവർ നോക്കുക. ഇടിഞ്ഞൽ കഞ്ഞി, പൈറ്റ് കഞ്ഞി പറഞ്ഞാൽ പച്ചരിയില് ഈ ചെറുപയറിട്ടിട്ട് തേങ്ങയും ചിറകിട്ടിട്ട് രാവിലെ അത് കഴിക്കും. അതാണ് പൈറ്റ് കഞ്ഞി. പിന്നെ ഇടിഞ്ഞൽ മരത്തിൻ്റെ തൊലിയിട്ട് ഇടിഞ്ഞൽ കഞ്ഞി, പിന്നെ വേപ്പും കഷായം. പിന്നെ ഇതിനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വയറിളക്കില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ 1 മാസം ഇവർ എല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ ചിങ്ങമാസം വന്നു. പിന്നെ കാർഷിക വിളകളിൻ്റെയും പിന്നെ ഓണത്തിൻ്റെയും ഇതൊക്കെ ആയി. അപ്പോഴേക്കും ഇവരൊക്കെ സന്തോഷവും ഒക്കെ ആയി. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പണിയും തരവില്ലാണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യണ പണികളൊക്കെയാണ് ഇത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് പണിയും തരമൊക്കെ ഉണ്ട്, എന്നാലും ഒരു രസമായി ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യണം. അങ്ങനെ മണം നോക്കാൻ പറ്റില്ല, അങ്ങനെ നോക്കാൻ പറ്റില്ല. കുക്കറിൽ ഒരിക്കലും അങ്ങനെ നോക്കാൻ പറ്റില്ല. അത് ഇങ്ങനത്തെ അങ്ങനെ ആക്കിയിട്ടില്ല. കണ്ടില്ല മണം നല്ല ഇഷ്ടപ്പെട്ട് ചിന്തിക്കുട്ടിക്ക് ഭയങ്കര മണമാണ്. കുക്കറിൽ ഒരിക്കലും ഇങ്ങനെ പോയി മണം നോക്കാൻ പറ്റില്ല. അപ്പോഴാണ് മോളിക്ക് ചെറുക്കുന്നത്. എന്താ അപകടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മണം നോക്കണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കാം. നമ്മൾ തുറന്ന് നോക്കാം. മുളിച്ച് കുട്ടി അതൊന്ന് എടുക്ക്. അവനെ കൊണ്ട് എടുപ്പിക്കണ്ട, സ്ഥിരം പരിപാടിയാവും. പിന്നെ ഭയങ്കരമാണല്ലേ. ഓ നന്നായി വെന്തുതാ. വേണ്ട. ഇത് ഉപ്പിടാണ്ടാണ് ഉപയോഗിക്കുക. നമുക്ക് ഉപ്പ് ആവശ്യമാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ചതാ ഇന്ദുപ്പുണ്ട്. നമുക്ക് ഇനി ഇതിനെ വാരിയെടുത്ത് താളിക്കുകയൊക്കെ ചെയ്യണം. നന്നായി വെന്തിട്ടുണ്ട്, കണ്ടില്ലതാ. സന്തോഷമായി. ശ്രീകുട്ടി എണ്ണ ഒഴുക്കി. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം കേട്ടോ ശ്രീകുട്ടാ. കുറച്ച് പെരുംജീരകം, കുറച്ച് ജീരകം, ഉള്ളി, ചെറിയുള്ളി ഇതൊന്ന് പൊട്ടിയ ശേഷം ചെറിയ കറിവേപ്പില,
നല്ല ഗോൾഡൻ കളർ വരുന്ന വേറെ വഴറ്റുക അല്ലേ ഷിജുക്കുട്ടാ? ആ ഷിജുവിന് സന്തോഷമായി. ആര് കുക്കിംഗ് ചെയ്യണ? ആര് ചിക്കൻ വെക്കണേ? പറ ഷിജു. ആർക്കാ വെക്കണേ? ആർക്കൊക്കെ ചിക്കൻ വെക്കണേ? പറ. പിന്നെ പിന്നെ എനിക്കില്ലേ? പറയാ ഉമ്മ. പിന്നെ വാവാ പറ. ആ പപ്പ. ഷിജുക്കുട്ട ഞങ്ങൾക്കൊക്കെ തരുമോ? ഓ പറയോ? ആ സന്തോഷമായി റെഡിയായി. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം, ജീരകം, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി ചോക്കണ വരെ ഇങ്ങനെ വറുത്തെടുക്കുക, ചോപ്പിക്കുക. അതിന് ശേഷം ഈ ചിക്കനെ വാരിയിട്ട് ഇതിൽ ചേർക്കും. ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും നമ്മുടെ മസാലപ്പൊടി ഉണ്ട്, ഗരം മസാലപ്പൊടി നല്ല മണം ചേർത്തി കഴിഞ്ഞുകൊണ്ട് വരട്ടിയും കൊണ്ട് എടുത്ത എണ്ണ തെളിയണ നേരെ വരട്ടണം. ഓ നാട്ടിൽ അപ്പൊ തന്നെ വെള്ളം പോന്നു. എന്താ ടേസ്റ്റ്! രുചിക്കൂട്ടിലെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പറയുമ്പോഴേക്കേ നമുക്ക് വായിൽ പറയാൻ കിട്ടുന്നില്ല. ഇത് കഴിച്ചവർക്കൊക്കെയാണ് ഇതിന്റെ ഒരു അനുഭവം അറിയല്ലേ? കഴിച്ചവർക്കാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ പറയുമ്പോഴേക്കും. പുളി പറയുമ്പോ നമുക്ക് ഒരു പുളിപ്പ് വരും. എന്നാ പോലെയാണ് എന്നമാതിരിയാണ് ടേസ്റ്റുകളുടെ കാര്യം. കഴിച്ചവർക്ക് അതായത് സാധനം പറയുമ്പോ ഈ മരുന്ന് കോഴി വരട്ടിയതിന്റെ ആ ഒരു കാര്യം പറഞ്ഞ മെമ്മറിയിൽ അന്നുള്ള ടേസ്റ്റ്, പണ്ട് കഴിച്ച ടേസ്റ്റ് അപ്പൊ അപ്പൊ കഴിച്ചവരൊക്കെ കമന്റ് ചെയ്യാ, കഴിച്ചവർ കമന്റ് ചെയ്യാ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവർ അതിനെ പറ്റിയൊക്കെ പറയണം. വെറുതെ ഇരിക്കാൻ പറ്റില്ല. പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക. കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട് നമ്മള് ചിക്കനില് മഞ്ഞപ്പൊടി കുറവാണ്. ചിക്കനില് മഞ്ഞപ്പൊടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും വെള്ളത്തിക്ക്. മതി മഞ്ഞപ്പൊടി. ഗരം മസാല നമ്മുടെ ഗരം മസാലയാണിത് നമ്മ പൊടിക്കണത്. അതും ഇതാ 1 ടീസ്പൂണ് മതി. ഇനി ഉപ്പ്. ചിക്കനിൽ ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് കുറവാണ്. ഉപ്പ് ഇത്തിരി നന്നായിട്ട് മുന്തി നിന്നോട്ടെ. കുരുമുളക് കുരുമുളക് കുറച്ച് എരിവ് നന്നായിരുന്നോട്ടെ. ചിക്കനിൽ എരിവ് ഉണ്ടാവില്ല. ഓക്കെ. ചൊടുക്കനിരിക്കട്ടെ. ചൊടുക്കനിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനെ വാരിട്ട് ഇതില് അല്ല ഒന്നിളക്ക് ചേർക്കൊന്നിളക്ക്. കുട്ടി കളിക്കുക. മരുന്ന് കോഴിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളിലിട്ട് നന്നായി വരട്ടി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ റെഡിയായി. ഇതിലാണ് അതിന്റെ മെയിൻ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് വെറും പിണ്ടി പിന്നെ ചീക്കുട്ടാ. ഇത് നന്നായി നമ്മൾ ഇതിന് വരട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ ഇട്ടില്ലേ? ഉള്ളി എല്ലാവർക്കും നല്ല മണമുണ്ട് ഇപ്പം. ഇപ്പോൾ വേറൊരു ലെവലുള്ള മണമാണ്. നന്നായി മുറുകി എണ്ണ തെളിയുമ്പോൾ നമുക്കിത് ഇറക്കി വെച്ചിട്ട് കഴിക്കാം. അധികം ഇളക്കാണ്ട് മുറുക്കിയെടുക്കണം. എല്ലൊക്കെ വേറെ കിടക്കുന്നത് കണ്ടിട്ടില്ല. ആ ലെവലിൽ കിടക്കണം. അപ്പോഴാണ് ഇതിന്റെ എല്ലാ ഇറങ്ങി. കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ശരിക്കുട്ടാ വെയിറ്റ് ചെയ്യണേ. വെയിറ്റ് ചെയ്യില്ലേ? ഓവറാ? ഓ മനസ്സിലത്ര ഇഷ്ടമൊന്നും ഇല്ല ആൾക്ക് അല്ലേ? ഇനി വെയിറ്റ് ചെയ്യേ. മരുന്ന് കോഴി നന്നായി വരട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സൂപ്പറായിട്ട് ഇങ്ങോട്ട് കഴിക്കാതാ. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കുട്ടാ. സാമ്പിളൊക്കെ നോക്കുമ്പോ എന്താ ടേസ്റ്റ്! നല്ല മണമാണ് വരുന്നത്. മണമിങ്ങനെ വീശി ഇതാകുന്നു. മരുന്ന് കോഴി സൂപ്പ്, ചിക്കൻ സൂപ്പ്. മരുന്ന് സൂപ്പ്, കോഴി കുടിക്കല്. വരട്ടിയെടുത്ത ചിക്കന്. എല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. വരട്ടിയെടുത്ത ചിക്കന്, ചപ്പാത്തി. ശുചിക്കുട്ട എന്നാ കഴിക്കുന്ന ചപ്പാത്തി. 2 വേണമെന്ന്. ശരി, കഴിച്ചോ കുഴപ്പമില്ല. അതാ 3 വേണ്ട. 2 ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല. 2 മാമാക്കു കഴിച്ചെന്നാ. എല്ലുകൾ ഇറച്ചിയൊക്കെ ആയിട്ട് മാമാക്കും ഒപ്പം. സൂപ്പ്. സിജുവിന് സൂപ്പ് എന്നാ. സൂപ്പറായിട്ട് ഭയങ്കര മണം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ജീവിതത്തിൽ ഇതൊക്കെ എല്ലാ ടേസ്റ്റുകളും നമ്മ ആഹാരത്തിൽ കഴിച്ചു നോക്കണം. എപ്പോഴും മസാല വെച്ചിട്ടും ബിരിയാണി വെച്ചിട്ടും കഴിച്ചിട്ട് കാര്യമില്ല. കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ്?
വളരെ നന്നായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എല്ലാരും ഉണ്ടായി എന്റെ കൺട്രോള് തെറ്റിയിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ വീഡിയോ എടുക്കില്ല. എല്ലാരും ഉണ്ടായി കഴിക്കുക. ഇനി ഞാൻ വീഡിയോ എടുക്കില്ല. ഞാൻ വെക്കാൻ പോവുക. എന്നെ കൊതിപ്പിച്ചിട്ട് നായികളൊക്കെ അപ്പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട് എല്ലിന് വേണ്ടി. ഇനി ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണേ. എനിക്ക് ആകെ കൺട്രോള് തെറ്റി. എന്റെ അമ്മ എല്ലാവരും കഴിക്കുക, കർക്കിടകം ആരോഗ്യപരമാക്കുക. എന്റെ അപ്പോ എന്താ ഒരു എല്ലാവരും കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ അപ്പോ മണം കൊണ്ട് സഹിക്കാൻ വയ്യ, ടേസ്റ്റ് കൊണ്ട് അതിനെക്കാളും ഇത് എന്തോ ചിജു അപ്പോൾ കഴിച്ചു കഴിഞ്ഞതാ. ഷിജിക്കുട്ടാ അത് തന്നെ, ഇത് ഉമ്മാക്കാണ്. ഓ ചപ്പാത്തി പൊക്കി. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വേണ്ടവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അല്ലാണ്ട് ഇപ്പൊ വന്നിപ്പോ എന്തായാലും കഴിക്കാൻ സഹിച്ചില്ലല്ലോ. അതെ.